കുടിവെള്ളവും ബെഞ്ചും ശുചിമുറിയുമില്ലാതെ വിദ്യാർത്ഥികൾ ദുരിതത്തിൽ. എല്ലാ സംസ്ഥാനങ്ങളിലെയും വിദ്യാഭ്യാസ മന്ത്രിമാർക്ക് കത്തയച്ച് CJP. സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വിശദാംശങ്ങൾ തേടി കോക്രോച്ച് ജനതാ പാർട്ടി എല്ലാ സംസ്ഥാനങ്ങളിലെയും വിദ്യാഭ്യാസ മന്ത്രിമാർക്ക് കത്തെഴുതി. ഓഗസ്റ്റ് 15-ന് ഗ്രാമീണ ഇന്ത്യയിലെ സർക്കാർ സ്കൂളിൽ ഒരു സോഷ്യൽ ഓഡിറ്റ് നടത്തുമെന്ന് CJP മേധാവി അഭിജിത് ദീപ്കെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണിത്. അടിസ്ഥാന സൗകര്യങ്ങൾക്കായി സ്കൂളുകൾ പരിശോധിക്കാൻ ജനങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തുടനീളമുള്ള സർക്കാർ സ്കൂളുകളുടെ അവസ്ഥയിൽ വളരെ വേദനയും ആശങ്കയും നിറഞ്ഞതാണ് താൻ എഴുതുന്നതെന്ന് ദീപ്കെ തിങ്കളാഴ്ച കത്തുകളിൽ പറഞ്ഞു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ഏകദേശം 80 വർഷങ്ങൾക്ക് ശേഷവും നിരവധി സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾക്ക് ഇപ്പോഴും സുരക്ഷിതമായ കുടിവെള്ളം, പ്രവർത്തനക്ഷമമായ ടോയ്ലറ്റുകൾ, ശരിയായ ക്ലാസ് മുറികൾ, ബെഞ്ചുകൾ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സർക്കാർ സ്കൂളുകളിൽ നിന്നും പുറത്തുവരുന്ന ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതും നമ്മളെല്ലാം വളരെയധികം ആശങ്കാകുലരാകേണ്ടതാണ്. ഈ രാജ്യത്തെ ഒരു കുട്ടിയെയും ഇത്തരം സാഹചര്യങ്ങളിൽ പഠിക്കാൻ നിർബന്ധിക്കരുത്. കുട്ടികളെ മൃഗങ്ങളെക്കാൾ മോശമായാണ് പരിഗണിക്കുന്നതെന്നും ദീപ്കെ പറഞ്ഞു. വിദ്യാഭ്യാസം നേടുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി കുട്ടികൾ പോരാടുന്നത് തുടരുമ്പോൾ രാജ്യം എങ്ങനെ പുരോഗമിക്കുമെന്ന് അദ്ദേഹം ചോദിച്ചു. രാജ്യത്തുടനീളമുള്ള സർക്കാരുകൾ പൊതുവിദ്യാഭ്യാസത്തെ അടിയന്തര മുൻഗണനയായി കണക്കാക്കണമെന്നും സ്കൂൾ അടിസ്ഥാന സൗകര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ മെച്ചപ്പെടുത്താൻ പ്രവർത്തിക്കണമെന്നും CJP പറഞ്ഞു. എന്നിരുന്നാലും പ്രശ്നം പരിഹരിക്കുന്നതിന് മുൻപ് സർക്കാർ സ്കൂളുകളുടെ നിലവിലെ അവസ്ഥ പൊതുജനങ്ങൾ അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നവീകരിച്ച സർക്കാർ സ്കൂളുകളുടെ എണ്ണവും നിലവിൽ അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ളതോ പൂർണ്ണമായ നവീകരണമോ ആവശ്യമുള്ളതോ ആയ എണ്ണവും അനുവദിച്ച അധ്യാപക തസ്തികകൾ നിലവിൽ നികത്തിയിരിക്കുന്ന തസ്തികകൾ, അവശേഷിക്കുന്ന ഒഴിവുകൾ, കഴിഞ്ഞ 5 വർഷത്തിനിടെ സർക്കാർ സ്കൂളുകൾക്ക് അനുവദിച്ച തുകയും യഥാർത്ഥത്തിൽ ചിലവഴിച്ച തുകയും, ഓരോ കുട്ടിക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ആവശ്യമായ അധിക സർക്കാർ സ്കൂളുകളുടെ എണ്ണം, സർക്കാർ സ്കൂൾ അധ്യാപകർക്ക് നൽകിയിട്ടുള്ള അനധ്യാപക കടമകളും ഉത്തരവാദിത്തങ്ങളും, കമ്പ്യൂട്ടറുകളും ഡിജിറ്റൽ പഠന സൗകര്യങ്ങളും, വൃത്തിയുള്ളതും പ്രവർത്തനക്ഷമവുമായ ടോയ്ലറ്റുകൾ, ശരിയായ കായിക സൗകര്യങ്ങളും ഉപകരണങ്ങളും എന്നിവയിലേക്ക് മതിയായ പ്രവേശനമുള്ള സർക്കാർ സ്കൂളുകളുടെ എണ്ണം. ഇത് രാഷ്ട്രീയത്തെക്കുറിച്ചോ ഏതെങ്കിലും ഒരു സർക്കാരിനെ കുറിച്ചോ അല്ല, ഇത് നമ്മുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ചാണെന്നും ദീപ്കെ പറഞ്ഞു. ജനിച്ച സ്ഥലം എന്തുതന്നെയായാലും, കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്തുതന്നെയായാലും ഓരോ കുട്ടിക്കും സുരക്ഷിതമായ ഒരു ക്ലാസ് മുറി, ശുദ്ധമായ കുടിവെള്ളം, പ്രവർത്തനക്ഷമമായ ഒരു ശുചിമുറി, ഇരിക്കാൻ ഒരു ബെഞ്ച്, പഠിപ്പിക്കാൻ ഒരു അധ്യാപകൻ എന്നിവ അർഹമാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. അഭ്യർത്ഥിച്ച വിവരങ്ങൾ പരസ്യമാക്കണമെന്നും സ്കൂൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത കാരണം ഒരു കുട്ടിക്കും മാന്യമായ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും CJP വിദ്യാഭ്യാസ മന്ത്രാലയങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.